നാസ്പോ ഷൂസ് ട്രേഡിംഗ് അല്ലെങ്കിൽ ചപ്പൽസ് ട്രേഡിംഗ് ആക്സസറീസ് എന്നിവയുള്ള ഒരു ഡെമോ വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ബാർകോഡ് ഉള്ള ഐറ്റംസ് ഉണ്ടാവും, ബാർകോഡ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടാവും. രണ്ട് തരത്തിൽ നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാം. ബാർകോഡ് ഉള്ളതാണെങ്കിൽ നമുക്ക് സ്കാനർ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ വരും. ഒരു സാധനം ബാർകോഡ് ഉള്ളത് ഓട്ടോമാറ്റിക്കലി വരും. ബാർകോഡ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഷൂസ് ചപ്പൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ആക്കാം, ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ പേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പേയ്മെന്റ് ഉണ്ട്, കാർഡ് പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കസ്റ്റമർ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും നമുക്ക് മാനേജ് ചെയ്യാം. കസ്റ്റമർ ക്യാഷ് ആണെങ്കിൽ തന്നെ ജസ്റ്റ് ക്യാഷിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവിടെ ബില്ല് വന്ന് ക്യാഷ് ബില്ല് വന്ന് ടാക്സ് ഇൻവോയ്സ് ആണ്. ഇത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സെയിൽസ് റിട്ടേൺ വരുന്നുണ്ട്. എന്തെങ്കിലും കസ്റ്റമർ എടുത്തിട്ട് എന്തെങ്കിലും റിട്ടേൺ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെയിൽസ് റിട്ടേൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം കസ്റ്റമർക്ക്. ഉദാഹരണമായിട്ട് ബിൽ ഡിസ്കൗണ്ട് നമുക്ക് പെർസെൻറ്റേജ് എമൗണ്ട് ഒരു 10 ദിർഹംസ് കൊടുക്കണമെങ്കിൽ 10 ദിർഹംസ് ഡിസ്കൗണ്ട് കൊടുക്കാം. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ കാർഡിൽ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് നമ്മളെ ബില്ല് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്ന് നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് ഓഫീസ് പോയിട്ട് നമുക്ക് ഡെയിലി സെയിൽസ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ക്യാഷ് സെയിൽ എത്ര, കാർഡ് സെയിൽ എത്ര എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇതോടെ നമുക്ക് പ്രിന്റ് ആണെങ്കിൽ ഒരു പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടും നമുക്ക് ക്യാഷ് സെയിൽ എത്ര, ഇവിടെ ക്യാഷ് സെയിൽ എത്ര 1421, ക്രെഡിറ്റ് കാർഡ് സെയിൽ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഓഫീസിൽ നമുക്ക് സെയിൽസ്മാൻ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാർകോഡ് വേണമെങ്കിൽ ബാർകോഡ് നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് നമ്മളെ ഓൺ ബാർകോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്ലയർ പേയ്മെന്റ്, അതുപോലെ തന്നെ സപ്ലയർ ഔട്ട്സ്റ്റാൻഡിങ്, പിന്നെ അവൈലബിൾ സ്റ്റോക്ക്, നമ്മളെത്തുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ്, എത്ര പീസ് സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോ സ്റ്റോക്ക് ചെയ്യാം, നമുക്ക് സെയിൽസ്മാൻ കമ്മീഷൻ എന്തെങ്കിലും ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ടോട്ടൽ പിന്നെ ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പർച്ചേസ് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് നമുക്ക് പുതിയ സപ്ലയർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് ഡീറ്റെയിൽസ്, സപ്ലയർ പേയ്മെന്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അക്കൗണ്ടിങ് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ വാറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏത് മാസം 3 മാസത്തെ നമുക്ക് വാറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡേറ്റ് വെച്ചിട്ട് ഔട്ട്പുട്ട് ടാക്സിൽ ഒരു ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വാറ്റിൻ്റെ ഇത് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് വാറ്റ് ഫയൽ ചെയ്യാം. പിന്നെ എക്സ്പെൻസ്, ഡെയിലി എക്സ്പെൻസ്, നമ്മളെ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസ്, റെന്റ്, സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.